കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ വാത്സല്യ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കർത്താവിൽ ബഹുമാന്യരായ ദൈവദാസന്മാർ ഏവർക്കും ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവത്തെ ആരാധിപ്പാൻ പിന്നെയും ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു അവസരം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയ കർത്താവിന്റെ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിലും അനുഗ്രഹിക്കപ്പെട്ടതായ ആത്മീയ ആരാധനകളും കൂട്ടായ്മകളും ഒക്കെ നമുക്ക് നൽകി തന്നു. അതിലൊക്കെയും കടന്നു വന്ന് സംബന്ധിപ്പാനും ആത്മീയ സന്തോഷം പ്രാപിപ്പാനും അതിന് മനസ്സു കാണിച്ച, അതിന് തയ്യാറായ എല്ലാ ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും സഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ മടുത്തുപോകാതെ കുടുംബങ്ങളെ വഹിച്ച് പ്രാർത്ഥിക്കുവാനും അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിപ്പാനും ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവമക്കളുടെ വിലപ്പെട്ട പ്രാർത്ഥന കർത്താവിന്റെ വേലയ്ക്ക് ഞങ്ങൾക്കും സഹായമായിരുന്നു. പിന്നെയും പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ പിന്നെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം വായിച്ച സങ്കീർത്തന ഭാഗത്തേക്ക് വേഗത്തിൽ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 67-ാമത്തെ സങ്കീർത്തനമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വായിപ്പാനിടയായത്. വളരെ മനോഹരമായ ഈ സങ്കീർത്തനത്തിന്റെ വാക്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ ഒരു ചെറിയ സങ്കീർത്തനമാണ് ഇന്ന് പകൽക്കാലം വായിപ്പാനിടയായി തീർന്നത്. അതിലൂടെ കർത്താവ് നമ്മോട് സംസാരിപ്പാൻ വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപീഠത്തിലായിരിക്കുമ്പോൾ അതിന്റെ ആരംഭവാക്യം നമുക്ക് ഈ പകൽക്കാലത്തെ ചിന്തയ്ക്കായി ദൈവസന്നിധിയിൽ വായിക്കാം. ദൈവം നമ്മോട് കൃപ ചെയ്ത് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ നമ്മുടെ മേൽ തന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ആ ഒന്നാമത്തെ വാക്യത്തിൽ 3 ആശയങ്ങൾ, 3 ചിന്തകൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 1, കൃപ ചെയ്യുന്ന ദൈവം. 2, അനുഗ്രഹിക്കുന്ന ദൈവം. 3, തിരുമുഖം പ്രകാശിപ്പിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. ഈ 3 ചിന്തകളും വളരെ ഗഹനമേറിയതായ ഒരു ആശയങ്ങളായതുകൊണ്ട് 3ഉം ഇന്ന് പകൽക്കാലം ഓർപ്പിക്കുവാൻ അല്ലെങ്കിൽ എന്റെ മുമ്പിൽ സമയം അനുവദനീയമല്ല എന്നുള്ളത് കൊണ്ടും അല്ലെങ്കിൽ തുടർന്ന് തിരുമേശയും ദൈവവചനത്തിന് ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങൾ നാം മാറ്റിവെക്കുന്നത് കൊണ്ട് അതിന്റെ ആരംഭ ഭാഗം മാത്രം ഓർപ്പിച്ച് ദൈവസന്നിധിയിലിരിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, കൃപ ചെയ്യുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. കൃപ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ച് ഒത്തിരി ആശയങ്ങളും ചിന്തകളും നാം നിരന്തരമായി ദൈവവചനത്തിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ്. എന്നാൽ അതിൽ നിന്ന് അല്പം വ്യത്യസ്തമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ച് ദൈവസന്നിധിയിലിരിപ്പാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവ് കൃപ ചെയ്തത് എന്തിനു വേണ്ടി? രണ്ടാമത്, കൃപ ചെയ്യുന്നത് ആരോട്? ദൈവത്തിന് സ്തോത്രം. മൂന്നാമത്, കൃപ കർത്താവ് തോന്നണമെങ്കിൽ, കൃപ ചെയ്യണമെങ്കിൽ എന്ത് യോഗ്യത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം? ഈ 3 ചിന്തകൾ പറഞ്ഞ് എന്റെ വാക്കുകൾക്ക് വേഗത്തിൽ അവസാനം കുറിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ആ ചിന്തകൾ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. കൃപ ചെയ്യുന്ന ദൈവത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. 1, എന്തിന് കർത്താവ് കൃപ ചെയ്യുന്നു? 2, ആരോട് കർത്താവ് കൃപ ചെയ്യുന്നു? 3, കൃപ കർത്താവ് ചെയ്യണമെങ്കിൽ നമുക്കുണ്ടായിരിക്കേണ്ട യോഗ്യത എന്താ? ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്തെ ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ ആരംഭവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ അതിന്റെ 1-ാമത്തെ വാക്യം. നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന്. അപ്പോൾ അവിടെ ദൈവത്തിന്റെ വചനത്തിൽ നാം വായിച്ചത്, നിങ്ങൾക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപ അത് വ്യർത്ഥമായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. ആ അധ്യായത്തിന്റെ തന്നെ 3 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ 9, 10 വരെ ഉള്ളതായ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് കൃപ ലഭിച്ചത് കൊണ്ട് ഹല്ലേലൂയ തന്റെ ജീവിതം എങ്ങനെ താൻ സൂക്ഷിച്ചു എന്നുള്ളത് അവിടെ താൻ കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൃപ ലഭിച്ചതായ ദൈവമക്കളുടെ ജീവിതം എങ്ങനെയായിരിക്കണം, അവരുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം, അവരുടെ ജീവിത ശൈലി എങ്ങനെയായിരിക്കണം. അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിച്ച് അതിന്റെ മൊത്തത്തിലുള്ളൊരു സാരാംശമായി 3-ാം വാക്യം കാണാൻ കഴിയുന്നു. 3-ാം വാക്യം വായിച്ചാൽ അപ്പൊ ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഒന്നിലും ഇടർച്ച വരാതിരിക്കുവാൻ. അപ്പോൾ നമുക്ക് ലഭിച്ചതായ ദൈവകൃപ വൃത്തമാകാതിരിക്കണമെങ്കിൽ, അത് ഇല്ലായ്മയാകാതിരിക്കണമെങ്കിൽ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ അവിടെ പറയുന്നത്, ഒരിക്കലും ശുശ്രൂഷയ്ക്ക് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി അവിടെ ശുശ്രൂഷ എന്ന് പറയുന്നത് അല്ല ചിലർ മാത്രം ചെയ്യുന്ന ഒരു ശുശ്രൂഷ എന്നുള്ളതല്ല. ആത്മീക ശുശ്രൂഷ എന്ന് ആ ഒറ്റ വാക്കിൽ നിന്നുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്,
ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതിരിക്കേണ്ടതിന് ഒന്നിലും ഇടർച്ച കൊടുക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നതാണ് ലഭിച്ച കൃപ കാത്തു സൂക്ഷിക്കുന്നത്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വന്നാൽ, ഇടർച്ചയ്ക്ക് ഹേതു ഉണ്ടായാൽ ലഭിച്ച കൃപ വ്യർത്ഥമായി പോകും. ദൈവത്തിന് സ്തോത്രം. എന്റെ മുമ്പിൽ ഇരിക്കുന്നതായ പ്രിയപ്പെട്ടവരെ, കാലാകാലങ്ങളിലായി ദൈവം നമ്മെ വിളിച്ചു വേദനിച്ച് ഈ അനുഭവത്തിലേക്ക് കൊണ്ടുവന്നു. നമ്മുടെ മേൽ ദൈവത്തിന്റെ കൃപ ദൈവം പകർന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകർന്നെങ്കിൽ ഈ കൃപ ഹല്ലേലൂയ കാത്തു സൂക്ഷിക്കുന്ന ദൈവവൈതൽ ഈ കൃപ വ്യർത്ഥമാകാതിരിക്കണമെങ്കിൽ ഹല്ലേലൂയ. വീണ്ടും അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിന്റെ 43-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൂടെയുള്ള ആളുകളെ പ്രബോധിപ്പിക്കുന്ന അവസരത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. കൃപയിൽ നിലനിൽക്കണം എന്നുള്ള ഒരു പരമോർപ്പിക്കുകയാണ്. അപ്പോൾ കൃപ വ്യർത്ഥമായി തീരരുത് എന്നുള്ളത് മാത്രമല്ല, ആ കൃപയിൽ നിങ്ങൾ നിലനിൽക്കണം. എങ്ങനെ നിലനിൽക്കണം? ഒരു നിലയിലും നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്തീയ അനുഭവങ്ങൾ കൊണ്ട്, രഹസ്യമായോ പരസ്യമായോ ജീവിതം കൊണ്ട്, ഹല്ലേലൂയ, ആത്മീക കൂട്ടായ്മയിൽ വരുമ്പോഴും അല്ലാതെ നിൽക്കുന്ന അവസരങ്ങളിലും, ഒരുപക്ഷെ ആലയത്തോട് അടുത്തു നിൽക്കുമ്പോഴും അകന്നു നിൽക്കുമ്പോഴും, ഭവനത്തോട് അടുത്തു നിൽക്കുമ്പോഴും അകന്നു നിൽക്കുമ്പോഴും, ഏത് സ്ഥലങ്ങളിലായാണെങ്കിലും ഏത് അനുഭവത്തിലായിരുന്നാലും ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാൻ ഇടവരാതെ, ദൈവനാമത്തിന് ഒരു ദുഷിപ്പുണ്ടാകാൻ ഇടവരാതെ, ഒന്നിലും ഒരു ഇടർച്ചയ്ക്ക് കാരണമില്ലാതെ സൂക്ഷിക്കുവാൻ കഴിയുന്നതാണ് കൃപയിൽ നിൽക്കുക എന്ന് പറയുന്നത്. അത് വിശ്വസിക്കുന്നവരെ ഓർത്ത്, അത് കാത്തു സൂക്ഷിക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നമ്മിൽ പകർന്ന കൃപയെ ഓർത്തുകൊണ്ട് ദൈവം ഒരിക്കലും ദുഃഖിപ്പാൻ നമ്മൾ ആരും കാരണക്കാരായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരിക, അല്ലെങ്കിൽ ദൈവത്തിന്റെ നാമത്തിന് അപമാനം വരിക, ദൈവത്തിൻ്റെതായ നാമത്തിന് മഹത്വം വരാത്തതായ കാര്യങ്ങളിൽ ഇടപെടുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വരിക. അങ്ങനെ ഉണ്ടായാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപ നമ്മിൽ പകർന്നത് അത് നഷ്ടമായി പോകുക. ദൈവത്തിന് സ്തോത്രം. വ്യർത്ഥമായി പോകുക. കർത്താവ് നമ്മെ വിളിച്ചത് കൊണ്ടോ, നമ്മെ വേർതിരിച്ചത് കൊണ്ടോ, ഈ കൃപയിലാക്കിയത് കൊണ്ടോ, ഈ ഒരു അനുഭവത്തിലാക്കിയത് കൊണ്ടോ ദൈവം ലജ്ജിക്കാനായിട്ട് ഇടവരരുത് എന്ന് ഏറ്റവും ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ ഓർപ്പിച്ചല്ലോ, ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടുന്നതായ ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ മക്കളെന്ന് ഒരു കാലത്ത് അഭിമാനിച്ച ആളുകൾ, വളരെ ശക്തിയോടുകൂടി കർത്താവിന് വേണ്ടി നിന്ന ആളുകൾ പോലും ആ പ്രാപിച്ച ദൈവകൃപയ്ക്ക് അല്ലെ വ്യർത്ഥമായി തീരത്തക്ക നിലയിലുള്ള ജീവിതങ്ങളും പ്രവൃത്തിയും പെരുമാറ്റവും നയിച്ച് ആ നിലയിൽ മുന്നോട്ട് പോകുമ്പോൾ, ഒരുപക്ഷെ സമൂഹത്തിലോ അല്ലെങ്കിൽ സഭയിലോ അല്ലെങ്കിൽ ദേശത്തോ അല്ലെങ്കിൽ ഉന്നതമായ അനുഭവങ്ങളിലോ സ്ഥാനങ്ങളോ മാനങ്ങളോ അതിനനുസരിച്ചുള്ളതായ ക്രമീകരണങ്ങളോ അല്ലെ അതിനനുസരിച്ചുള്ളതായ പിടിപാടുകളോ ഒക്കെ ഉണ്ടായെന്നിരിക്കാം. ഇന്ന് പകൽക്കാലം പ്രിയ ദൈവമക്കളെ, നാം നമ്മെ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നമ്മോട് ചോദിച്ചു നോക്കണം. ഞാനൊരു ദൈവ പൈതലായതുകൊണ്ട്, ഞാനൊരു ദൈവകൃപയിലായതുകൊണ്ട് എന്നെ ഓർത്ത് ദൈവം സന്തോഷിക്കുന്നുണ്ടോ, എന്നെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആരുടെയും കാര്യം നമ്മൾ നോക്കണ്ട. മറ്റുള്ളവർ നമ്മൾ ഈ കൃപയിലായതുകൊണ്ട് മറ്റുള്ളവർ സന്തോഷിക്കുമോ എന്ന് നോക്കണ്ട. എന്റെ ദൈവം സന്തോഷിക്കാനിടയായി തീരണം. ഹല്ലേലൂയ. ഞാൻ അവനെ വിളിച്ചു വേർതിരിച്ചത് കൊണ്ട്, ഞാൻ ആ കുടുംബത്തെ വിടുവിച്ചത് കൊണ്ട്, ആ കുടുംബത്തെ ഈ കൃപയിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട്, ഈ മേപ്രാൽ സഭയുടെ അംഗമാക്കിയത് കൊണ്ട്, അല്ലെങ്കിൽ ആഗോള ക്രൈസ്തവ സഭയുടെ ഭാഗമാക്കി നമ്മെ മാറ്റിയത് കൊണ്ട് ദൈവം ലജ്ജിപ്പാനിടവരരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഞാൻ ഓർപ്പിച്ചത്, നമുക്ക് ലഭിച്ചതായ ദൈവത്തിന്റെ കൃപ ഹല്ലേലൂയ എങ്ങനെ കൈകാര്യം ചെയ്യണം? വളരെ ആത്മാർത്ഥതയോടെ, അത് നഷ്ടപ്പെട്ടു പോകാതെ ഹല്ലേലൂയ അത് നിലനിൽക്കുവാൻ വേണം. അത് വളരെ ശ്രദ്ധിച്ച് ജീവിതം നയിക്കണം. ആ 3-ാമത്തെ വാക്യം മുതൽ താഴേക്ക് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കിയാൽ അറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഹല്ലേലൂയ, മറ്റുള്ളവരുടെ ഒക്കെ മുമ്പില് ചതിയന്മാരെന്നിട്ടും സത്യവാന്മാർ. പലരും പറഞ്ഞു അവര് ചതിക്കുന്നവരാ. പക്ഷേ അറിയുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിൽ പൗലോസ് പറയുക, ഞങ്ങൾ സത്യവാന്മാരാ, ഒന്നും ഹല്ലേലൂയ ഇല്ലാതിരുന്നിട്ടും എല്ലാം ഉള്ളവനെ പോലെ. അങ്ങനെ ഒരുപാട് പദപ്രയോഗങ്ങൾ അവിടെ കാണുവാൻ കഴിയുന്നു. ഈ കൃപ പ്രാപിച്ച ദൈവമക്കളെ, ആ അനുഭവത്തിൽ നമ്മൾ ഓരോരുത്തരും നിലനിൽക്കണം. ആ ഒരവസ്ഥയിൽ നിലനിൽക്കുവാൻ സർവശക്തൻ നമ്മോട് കൃപ ചെയ്യട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇനിയും ഈ കൃപ ആർക്കാ ദൈവം കൊടുക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരാം. 33-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഈ കൃപ ആർക്കാ ദൈവം കൊടുക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു. നമുക്ക് വായിക്കാം. അടുത്തത്, കൃപ ചെയ്യാൻ എനിക്ക് മനസ്സുള്ളവനോട് കൃപ ചെയ്യും.
അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്ന കൃപ കാണിക്കാൻ എനിക്ക് മനസ്സുള്ളവനോട് കൃപ കാണിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, കർത്താവിന്റെ കൃപ നമുക്ക് ലഭിച്ചത് കർത്താവിന് നമ്മോട് മനസ്സ് തോന്നിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. നമ്മേക്കാൾ ഉന്നതന്മാരും ശ്രേഷ്ഠന്മാരും ഏത് നിലയിലും നമ്മേക്കാൾ ഉത്തമന്മാരെന്ന് ചുറ്റുപാടുകൾ പറയുന്ന, ഒരുപക്ഷെ നാം പോലും സമ്മതിക്കുന്ന പലരും നമ്മുടെ ദേശങ്ങളിലുണ്ട്, നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അവരാരും ഈ കൃപയിലേക്ക് കടന്നു വരാൻ ഇടയായില്ല. അവരെ ആരെയും കർത്താവ് വിളിച്ചു വേർതിരിച്ചില്ല. അവർ സുവിശേഷം കേൾക്കാഞ്ഞിട്ടല്ല, അവരോട് സുവിശേഷം പറയാൻ ആളുകൾ ചെല്ലാഞ്ഞിട്ടല്ല, അവർ സദ്വർത്തമാനം കേൾക്കാഞ്ഞിട്ടല്ല, അതിനോട് പ്രതികരിക്കാനായിട്ട് അവർക്ക് മനസ്സില്ലാതിരുന്നത്, അവർക്ക് തോന്നാതിരുന്നതിന്റെ ഒരു കാരണം ദൈവത്തിന് അവരെ കുറിച്ചുള്ളതായ ആ ഒരു ഉദ്ദേശം ആ നിലയിലായതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ഈ കൃപയിലേക്ക് അല്ലേലും കടന്നു വരണമെന്ന്, അല്ലേലും എല്ലാവരും ഈ അനുഭവത്തിലേക്ക് കടന്നു വരണമെന്ന് നാം ആഗ്രഹിക്കുന്നുണ്ട്. ദൈവവചനം പറയുന്നു, ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ദൈവത്തിൻ്റെതായ ആ പൊതുവായ ഇഷ്ടവും പൊതുവായുള്ള ആഗ്രഹത്തിന് മുമ്പിൽ എന്നാൽ എത്ര സുവിശേഷം പറഞ്ഞാലും, എത്ര സാക്ഷ്യങ്ങൾ പറഞ്ഞാലും, എത്ര ക്ഷണിച്ചാലും, എത്രയെല്ലാം അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും ഈ കൃപയിലേക്ക് പലർക്കും കടന്നു വരാനായിട്ട് കഴിയുന്നില്ല. കാരണം പിതാവ് ആകർഷിക്കാത്ത ഒരുവനും ഈ കൃപ പ്രാപിപ്പാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, എനിക്ക് മനസ്സുള്ളവനോട് ഞാൻ കൃപ കാണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നമുക്ക് അല്ലെങ്കിൽ നമ്മോട് മനസ്സ് തോന്നിയത് കൊണ്ടാണ് നാം എല്ലാവരും ഈ കൃപയിലായിരിക്കുന്ന. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ കൃപയിലേക്ക് കടന്നു വരാൻ ഇടയായത് യഹോവയ്ക്ക് നമ്മോട് മനസ്സ് തോന്നിയത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ആ ദൈവത്തിന്റെ മനസ്സ് നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിന്റെ മേലുള്ളത് കൊണ്ട് നാം ഈ കൃപയിലായി. ദൈവത്തിന് സ്തോത്രം. ഈ കൃപയിൽ അന്ത്യം വരെയും നിലനിൽക്കണമെന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു ആഗ്രഹമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കൃപ പ്രാപിക്കാനായിട്ട് നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? ദൈവത്തിന് സ്തോത്രം. അല്ലെങ്കിൽ ഈ കൃപയും നിലനിൽക്കാൻ നമ്മൾ എങ്ങനെ ജീവിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും? ദൈവത്തിന് സ്തോത്രം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപാട് ചരിത്രഭാഗങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാനും വായിപ്പാനും ഒക്കെ കഴിയുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഓർപ്പിച്ച് അത് വളരെ വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ഒരു ദൈവ പൈതലിന് കൃപ പ്രാപിക്കണമെങ്കിൽ, അവൻ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ എങ്ങനെ ജീവിക്കുന്നവനായിരിക്കണം? ഒന്നാമത്തെ ചിന്ത ഞാൻ ഓർപ്പിക്കാം. അല്ലെ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, പ്രമാണത്തിനു വേണ്ടി പ്രമാണം മുറുകെ പിടിച്ചു ജീവിക്കുന്നവന് മേലാണ് യഹോവയുടെ കൃപ ദൈവം പകരുന്നത്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഇനി അതിന്റെ 8-ാമത്തെ വാക്യം കൂടെ മതി. കൃപ ലഭിച്ച ഒരു മനുഷ്യനെ കുറിച്ച് അവിടെ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനത് പരാമർശിപ്പാനിടയായി. ആ മനുഷ്യന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ആ 3 യോഗ്യതകളും കൂടെ ഒറ്റ വാചകത്തിൽ ഓർപ്പിക്കട്ടെ. പ്രമാണത്തിനു വേണ്ടി നിലനിൽക്കുന്ന, പ്രമാണത്തെ മുറുകെ പിടിച്ചു ജീവിക്കുന്ന ഒരുവനായതുകൊണ്ടാണ് അവൻ ആ കൃപ ലഭിച്ചത്. കഴിഞ്ഞ ദിവസം ഞാൻ ആ വിഷയം ഓർപ്പിച്ചപ്പോൾ ദൈവമക്കളോട് പറയാനിടയായി, ഭൂമി മുഴുവനും വഷളായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിന് നടുവിൽ ദൈവം നോക്കിയപ്പോൾ ഒരു വ്യത്യസ്തനായി ഈ ഒരു മനുഷ്യനെ മാത്രമേ കണ്ടുള്ളൂ. അവൻ ജനിച്ച കുടുംബത്തിന്റെ ഗുണം കൊണ്ടോ, അവൻ വളർന്ന സാഹചര്യത്തിൻ്റെതായ ആ പശ്ചാത്തലം കൊണ്ടോ, അവൻ ജീവിച്ചു വളർന്നു വന്നതായ ആ സമൂഹത്തിന്റെ മേന്മ കൊണ്ടല്ല അവൻ ഈ നിലയിൽ ജീവിച്ചത്. ഹല്ലേലൂയ. അവൻ പ്രമാണത്തെ മുറുകെ പിടിച്ചതുകൊണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് അല്ലെ ദൈവ കൃപ നൽകുമെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. സമൂഹത്തിലോ ദേശത്തിലോ മാന്യമായ ഒരു നിലവാരമുള്ളത് കൊണ്ട് ദൈവം ആരെയും രക്ഷിക്കയില്ല. അല്ലെ, ദൈവം നോക്കുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ മനസ്സ്, നമ്മുടെ ജീവിതം ദൈവം മുൻപാകെ നേരുള്ളതാണെന്ന് ദൈവത്തിന് ബോധ്യപ്പെട്ടാൽ അവരുടെ മേൽ പകരുന്ന ഒന്നാണ് അളവില്ലാത്ത ദാനമെന്ന് നാം വിശേഷിപ്പിക്കുന്ന ദൈവത്തിന്റെ കൃപ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നോഹ എന്ന് പറയുന്ന ഈ ദൈവിക മനുഷ്യൻ, അവൻ പ്രമാണത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പ്രമാണപ്രകാരം ജീവിച്ചവനാ. ദൈവത്തിന് സ്തോത്രം. അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ സമപ്രായക്കാരായിട്ടുള്ള ഒരുവനെ പോലും ചേർത്തു നിർത്താൻ യഹോവ നോക്കിയപ്പോൾ കണ്ടില്ല. നീതിപ്രസംഗിയായ നോഹയോട് ഒരുമിച്ച് ഒന്ന് കൈ കൊടുത്ത് ഒരു കൂട്ടായ്മയുടെ വലങ്കരം കൊടുത്ത് പ്രവർത്തിക്കാൻ ആ തലമുറയിൽ ആരുമില്ലാതിരുന്നപ്പോൾ ഒരു മനുഷ്യനായി കണ്ടതായ ദൈവം അവന് കൃപ കൊടുത്ത് അവനെ ദൗത്യമേൽപ്പിച്ച് അവനെ
അവനെ മാനിപ്പാനിടയായി. ദൈവമക്കളെ, നാം ആയിരിക്കുന്ന ചുറ്റുപാടുകളിലും, നാം ആയിരിക്കുന്ന ദേശങ്ങളിലും രാജ്യങ്ങളിലും, അതേത് സ്ഥാനത്ത്, ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും നീ പ്രാപിച്ച ദൈവകൃപ അത് നഷ്ടമായി പോകാതിരിപ്പാൻ അതിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോടെ ഓർപ്പിക്കട്ടെ. ഹല്ലേലൂയ. നമ്മെ കാണുന്നതായ ഒരു വ്യക്തി അല്ല നാം ഒരു ദൈവ പൈതലാണോ എന്ന് ഒരു സൂക്ഷ്മ പരിശോധന അല്ലെങ്കിൽ നടത്തേണ്ട ഒരു ആവശ്യകത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മെ കാണുമ്പോൾ അറിയണം, നമ്മോട് സംഭാഷിക്കുമ്പോൾ അറിയണം, നമ്മോട് ഇടപെടുമ്പോൾ അറിയണം നാം ഒരു ദൈവ പൈതലാണെന്ന്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഈ 3 കാര്യങ്ങളും നാം ശ്രദ്ധിച്ച് നാം മുന്നോട്ട് പോയാൽ ഈ കൃപ പ്രാപിപ്പാനും ഈ കൃപയിൽ നമുക്ക് നിലനിൽക്കാനും കഴിയും. ദൈവത്തിന് സ്തോത്രം. ആയതുകൊണ്ട് ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. രണ്ടാമത്, കൃപ പ്രാപിപ്പാനും കൃപയിൽ നിൽക്കുവാനും ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, സ്വയം സൂക്ഷിക്കുന്ന വ്യക്തിയായിരിക്കണം. സ്വയം സൂക്ഷിക്കണം. ലോകത്താലുള്ള കളങ്കം പറ്റാതെ അല്ലെങ്കിൽ മാലിന്യപ്പെട്ടു പോകാതെ സ്വയം സൂക്ഷിക്കുന്നവന് മാത്രമേ ദൈവത്തിന്റെ കൃപ ലഭിക്കുകയുള്ളൂ. പ്രമാണം ഞാൻ മുറുകെ പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമായില്ല. പ്രമാണം പറയുകയും പ്രസംഗിക്കുകയും പ്രമാണപ്രകാരം ജീവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, സ്വയം സൂക്ഷിക്കണം. വിശുദ്ധ പൗലോസ് ഇങ്ങനെ പറഞ്ഞു, മറ്റുള്ളവരോട് ഞാൻ പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിപ്പാൻ ഞാൻ എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കുന്നു എന്നുള്ളത്. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൻ്റെതായ ഇതര ഭാഗങ്ങൾ നാം പഠിച്ചു നോക്കുമ്പോൾ സൂക്ഷിക്കുവാനുള്ളതായ വ്യക്തിപരമായ ആഹ്വാനം ഒത്തിരി പറഞ്ഞിട്ടുള്ള ഭാഗം നമുക്കറിയാം. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുമ്പും പരാമർശിച്ച ഒരു വേദഭാഗത്തിൽ ഞാൻ ഓർപ്പിക്കാനിടയായി. ഹല്ലേലൂയ. മനോഹയോട്, അവ കുടുംബത്തോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, അവന്റെ ഭാര്യയോട് ഇങ്ങനെ പറഞ്ഞു, നീ സൂക്ഷിച്ചു കൊള്ളണം. വീഞ്ഞും മദ്യവും കുടിച്ച് നിനക്ക് അശുദ്ധി സംഭവിക്കാതിരിപ്പാൻ നീ സ്വയം സൂക്ഷിച്ചു കൊള്ളണം. ഹല്ലേലൂയ. മറ്റുള്ളവരോട് പറയുക മാത്രമല്ല, സ്വയം സൂക്ഷിക്കാനുള്ളതായ ഒരു വലിയ താല്പര്യം, അതിനുവേണ്ടിയുള്ള ഒരു സമർപ്പണം, അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കം നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. മറ്റൊരാളെ നാം നോക്കി അത് അരുത് എന്ന് പറയുമ്പോൾ, അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത് ചെയ്യാനുള്ളതായ ഒരാത്മാർത്ഥത നമുക്കുണ്ടാകണം. ഞാൻ പറഞ്ഞു വന്ന ആശയത്തിലേക്ക് വീണ്ടും കടന്നു വരട്ടെ. സ്വയം സൂക്ഷിക്കുന്നവന് മാത്രമേ കൃപ പ്രാപിപ്പാനും കൃപയും നിൽക്കുവാനും കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു വ്യക്തിയെ പുതിയ നിയമം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് വരാം. നമുക്ക് പരിചിതമുള്ളതായ ഒരു ഭാഗമാണല്ലോ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന്. നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 38-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മതി. മറിയയോട് ദൈവത്തിന്റെ ദൂതൻ അവളുടെ അടുക്കൽ കടന്നു എന്ന് അവൾക്ക് ഒരു ദൂത് കൈമാറുന്ന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ആ കാലങ്ങളിൽ യേശു ഒരു കന്യകയിൽ ജാതനാകുമെന്നുള്ള പ്രവചന വാക്യം മനസ്സിലാക്കിയ, പ്രവചന സൂക്തങ്ങളുടെ യാഥാർത്ഥ്യം ഗ്രഹിച്ചറിഞ്ഞ ഒത്തിരി ആളുകൾ അതിനുവേണ്ടി വിവാഹ ജീവിതം പോലും മാറ്റിവെച്ച് ആ നിലകളിൽ കാത്തുകഴിഞ്ഞ ഒരു പശ്ചാത്തലം. അങ്ങനെ ഇരിക്കുന്ന വേളയിൽ താൻ അതിന് യോഗ്യതയാണോ, അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കുടുംബ യോഗ്യതയുണ്ടോ, എനിക്കതിനുള്ളതായ ഒരു പ്രത്യേക അനുഭവങ്ങൾ മറ്റുള്ളവരെ പോലെ ഉണ്ടോ എന്നുള്ളതൊക്കെ സ്വയം ശോധന ചെയ്ത ഒരു സഹോദരിയാണ് ഈ മറിയ. മറ്റുള്ളവരോട് അനുബന്ധിച്ച് നോക്കുമ്പോൾ, അവരോട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മറ്റുള്ളവർക്കുള്ള പല യോഗ്യതകളും കുടുംബശ്രേഷ്ഠതയോ അല്ലെങ്കിൽ കുലമഹിമയോ ഒന്നും പറയാനില്ലെങ്കിലും അവൾ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെ സൂക്ഷിച്ച്, ഹല്ലേലൂയ, ദൈവ സന്നിധിയിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് മറ്റുള്ള പലരെയും ശ്രദ്ധിച്ചപ്പോൾ അവരിലും ആരില്ലാത്ത ഒരു ജീവിത വിശുദ്ധിയും പ്രമാണത്തോടുള്ളതായ ഒരു വിധേയത്വവും ഈ സ്ത്രീയിൽ കണ്ടു. ഹല്ലേലൂയ. ലോകപ്രകാരം ഒരുപക്ഷെ മറിയെ തെരഞ്ഞെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ കൽപ്പന ഈ നിലയിൽ പുറപ്പെടുമ്പോൾ അവരെക്കാൾ എന്തുകൊണ്ടും മാനുഷികമായ യോഗ്യത, മാനുഷികമായിട്ടുള്ള മാന്യമായ അനുഭവങ്ങൾ പലതും ഉണ്ടെന്ന് പറയാൻ ഒത്തിരി ആളുകളുണ്ട്. കാരണം മനുഷ്യൻ നോക്കുന്നത് പുറമേയുള്ള കാര്യങ്ങളാണ്. അതിനൊരു തെളിവ് ഞാൻ പറയാം. യേശുക്രിസ്തുവിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു സൗഖ്യത്തിനു വേണ്ടി, ഒരു വിടുതലിനു വേണ്ടി ഒരാൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ശുപാർശ ചെയ്യാൻ ചില ആളുകൾ കടന്നു വന്നിട്ട് യേശുവിനോട് പറയുന്ന ഒരു കാര്യമാണ്, ഗുരു, നീ അത് ചെയ്തു കൊടുക്കുവാൻ അവൻ യോഗ്യനാ. എന്താ യോഗ്യത? അവനൊരു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു സഭാഹോള് വരെ വെച്ചു തന്നു, ഒരു പള്ളിയും തീർപ്പിച്ചു തന്നു എന്ന് പറഞ്ഞാൽ മാനുഷികമായ നിലയിലുള്ള ആ യോഗ്യത വെച്ച്
നീ അത് ചെയ്തു കൊടുക്കാൻ, അത് പ്രാപിപ്പാൻ അവന് യോഗ്യന്. അപ്പോൾ പുറമേയുള്ള ഏതെങ്കിലും കാര്യങ്ങളൊക്കെ കണ്ട് അതിന്റെ വെളിച്ചത്തിൽ ആ യോഗ്യതയിൽ ദൈവത്തെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആ നിലയിൽ ആഗ്രഹിക്കുന്ന, ശ്രമിക്കുന്ന ഒരു മനുഷ്യൻ ഒരു ഭാഗത്തുള്ളപ്പോൾ, മറിയയുടെ ജീവിതത്തിൽ ഈ നിലയിൽ ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് ലോകം നോക്കുന്ന ഗുണങ്ങളോ അതിനുള്ളതായ മേന്മകളോ ഈ സ്ത്രീയുടെ ജീവിതത്തിലെങ്കിലും യഹോവയായ ദൈവം നോക്കിയപ്പോൾ, ദൈവം തന്റേതായ ദൂതനെ അവളുടെ അടുക്കലേക്ക് അയച്ചപ്പോൾ ആർക്കുമില്ലാത്തതായ ഒരു ജീവിത വിശുദ്ധി സൂക്ഷിച്ചുകൊണ്ട് അവൾ ദൈവം മുൻപാകെ ആയിരുന്നപ്പോൾ അവളുടെ അടുക്കലേക്ക് ദൂതൻ കടന്നു എന്ന് പറഞ്ഞ വാക്കുകൾ നമുക്കവിടെ ശ്രദ്ധേയമാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. ആ ശബ്ദത്തിന് മുമ്പിൽ അവൾക്കുള്ളതായ സംശയങ്ങൾക്ക് നിവാരണം വരുത്തിയ ശേഷം ഒടുവിലായി അവൾ പറയുന്നു, ഇത് ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൃപ പ്രാപിക്കണമെങ്കിൽ, കൃപയും നിലനിൽക്കണമെങ്കിൽ സ്വയം സൂക്ഷിക്കാൻ തയ്യാറാകണം. നാം മറ്റൊരാളെ സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും, മറ്റൊരാളെ സൂക്ഷിക്കാൻ നമുക്കത് സാധ്യമല്ലെങ്കിലും, സ്വയം സൂക്ഷിച്ചുകൊണ്ട് എന്നിൽ പകർന്ന കൃപ നഷ്ടമായി പോകാതിരിക്കാൻ, ആ കൃപയിൽ അന്ത്യം വരെയും നിലനിൽക്കേണ്ടതിന് ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. മൂന്നാമതായി, ദൈവം കൃപ നൽകിയ മറ്റൊരു വ്യക്തിയെയും തന്റെ അനുഭവങ്ങളിലൂടെ പരിചയപ്പെടുത്തി എന്റെ വാക്കുകളെ ഞാൻ പരിമിതപ്പെടുത്താം. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ നിന്നാണല്ലോ നാം വായിച്ചത്. ആ ഭാഗത്തേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. 33 അധ്യായത്തിന്റെ 12 വാക്യം നമുക്ക് ദൈവസന്നിധി വായിക്കാം. അതിന്റെ 17 വാക്യം കൂടെ വായിച്ചേ. ആ വാക്യം വായിച്ചപ്പോൾ നമുക്കറിയാം മോശയോടുള്ള ബന്ധത്തിലായി ഭാഗം പറയുന്നത്. മോശയോട് ദൈവം പറയുകയാണ്, ഈ വായിച്ച 2 വാക്യത്തിലും കൃപ തോന്നിയിരിക്കുന്നു എന്നൊരു പദമുണ്ട്, എന്നാൽ ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു. വേദപുസ്തകത്തിൽ ഈ ഒരു പദം ഈ നിലയിൽ രേഖപ്പെടുത്തിയ അധികം വിശുദ്ധന്മാരോ അഭിഷക്തന്മാരോ ഇല്ല. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു. ഞാൻ ഈ വേദഭാഗവുമായി ചിന്തിച്ചു, ഇത്ര അടുത്തറിഞ്ഞിട്ടും കൃപ പകരാൻ മോശയുടെ ജീവിതത്തിൽ എന്താ ദൈവം മേന്മ കണ്ടത്? 1-2 ചിന്തകൾ അതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ഓർപ്പിക്കാം. എബ്രായ ലേഖനത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരുമ്പോൾ 3 അധ്യായം അതിന്റെ 2 വാക്യത്തിൽ യഹോവ കൃപ തോന്നാനുള്ള ഒരു കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായർ 3:2 വാക്യം എടുത്ത പ്രിയപ്പെട്ടവർ ആരെങ്കിലും പെട്ടെന്ന് വായിച്ചാൽ, മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ മതി. അപ്പോൾ ഒന്നാമത് ദൈവം അവനെ അടുത്തറിഞ്ഞിട്ടും അവന് കൃപ നൽകാൻ കാരണം അവൻ ദൈവഭവനത്തിൽ തന്നെ ആക്കിയിരുന്ന ഇടങ്ങളിൽ, ആക്കിയ സ്ഥാനത്ത് അവൻ വിശ്വസ്തനായി നിന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ, ഹല്ലേലൂയ, ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ, ആക്കിയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഒരു വിശ്വസ്തത ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് നമ്മോട് കരുണ തോന്നണമെങ്കിൽ, ദൈവത്തിന് നമ്മോട് കൃപ തോന്നണമെങ്കിൽ, ദൈവം നമ്മെ അടുത്തറിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകളില്ലാത്ത ഒരു ജീവിതം ഉണ്ടാകണമെങ്കിൽ നമ്മൾ വിശ്വസ്തരായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഗ്രഹവിചാരകന്മാരിലോ അവൻ ആഗ്രഹിക്കുന്നത് അവർ വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മോശയെ പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഏത് സാഹചര്യങ്ങളിലും വിശ്വസ്തയോടെ നിൽക്കുവാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഭവനത്തിൽ നാം വിശ്വസ്തരായിരിക്കണം. ഹല്ലേലൂയ. ജോലി ചെയ്യുന്ന സ്ഥാനത്ത് നാം വിശ്വസ്തരായിരിക്കണം. ശുശ്രൂഷ തലങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കണം. ദൈവം നമ്മെ ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്തങ്ങളുണ്ടോ, ഏത് സ്ഥാനങ്ങളുണ്ടോ, അവിടൊക്കെ നമ്മൾ വിശ്വസ്തരായി നിലനിന്നാൽ നമ്മോട് കൃപ തോന്നുന്ന, നമ്മോട് കരുണ തോന്നുന്ന ഒരു ദൈവം ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് പകൽക്കാലവും ഞാൻ ദൈവമക്കളെ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് മോശയോട് ദൈവത്തിന് കരുണ തോന്നുവാനുള്ള കാരണം, കൃപ തോന്നുവാനുള്ള കാരണം, അവൻ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരുന്ന ആയുസ് മുഴുവൻ നാം എവിടെയായിരുന്നാലും വിശ്വസ്തയോടെ നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് അവനുമായിട്ടൊരു കാര്യമുണ്ടെന്നും അവൻ
അവൻ നമ്മോട് കണക്ക് തീർക്കുന്ന ഒരു നാളുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ വിശ്വസ്തത പാലിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് സംഖ്യാപുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ വേഗത്തിൽ നമുക്ക് വായിക്കാം. സംഖ്യാപുസ്തകത്തിൽ നിന്ന് അതിന്റെ 12-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 12:3. മോശെ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. ഈ ഒരു ഭാഗം പറയുമ്പോൾ മോശയുടെ ജീവിത ചരിത്രം അറിയാവുന്ന നാം ചിന്തിക്കും, ദൈവം എന്തുകൊണ്ടത് അങ്ങനെ പറഞ്ഞു എന്നുള്ളത്. എന്നാൽ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരിൽ ആരിലും കാണാത്ത ഒരു സൗമ്യത ഈ മനുഷ്യരിലുണ്ട്. സൗമ്യതയുടെ ഒരു തെളിവായി ഇന്ന് നാം ചിന്തിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ആത്മീയ കോളങ്ങളിലേക്ക് നാം ശ്രദ്ധിക്കുമ്പോൾ സൗമ്യതയുടെ ആത്മാവ് എന്ന് പറഞ്ഞ ആ നിലയിൽ പല പര്യവേഷങ്ങൾ നൽകി മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. തല ഉയർത്തി നോക്കാതെ എപ്പോഴും താഴോട്ട് മാത്രം നോക്കി ശ്രദ്ധിച്ചു പോകുന്ന ആളുകളുണ്ട്. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ലോകത്തിൽ കാണാൻ കൊള്ളാവുന്ന ഒന്നുമില്ല. എവിടെ നോക്കിയാലും മനുഷ്യൻ തമ്മിലുള്ള കാര്യങ്ങൾ, ചുവരുകളിലൊക്കെ ഒട്ടിച്ചു വച്ചിരിക്കുന്ന ചിത്രങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടും. എന്നാൽ സൗമ്യതയുടെ ലക്ഷണം അതല്ല. അടഞ്ഞ സ്വരത്തിൽ, പതിഞ്ഞ സ്വരത്തിൽ സ്തോത്രമൊന്നും മൊത്തത്തിൽ പറയാൻ കഴിയാതെ പറയുന്ന ആളുകളുണ്ട്. പതിഞ്ഞ സ്വരത്തിൽ. അത് സൗമ്യതയുടെ ലക്ഷണമല്ല. അല്ല, ചിലർ കൈ കൊടുക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, ഈ 4 വിരൽ പോലും മൊത്തം അങ്ങോട്ട് കൊടുക്കത്തില്ല. ചിലർ കൈയേ കൊടുക്കത്തില്ല. ഒരിക്കൽ ഞാൻ ഒരാളോട് ചോദിച്ചു, എന്താ കൈ കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ അങ്ങനെ എല്ലാവർക്കും ഒന്നും കൈ കൊടുക്കത്തില്ല. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധിക്ക് കോട്ടം വരുമെന്നുള്ള ചിന്തയാണോ എനിക്കറിയത്തില്ല. മോശയെക്കുറിച്ച് ദൈവം പറഞ്ഞത് ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും വെച്ച് അവൻ അതിസൗമ്യനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അല്ലെ, ദൈവം ആഗ്രഹിക്കുന്ന ഒരു സൗമ്യത, ഒരു താഴ്മ. ഹല്ലേലൂയ. നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മെ വലിയവനാക്കുവാൻ ഈ ഭൂമിയിൽ നമ്മെ ഉയർത്താൻ ആരും വേണ്ട, നമ്മുടെ പേര് പറയാൻ ആരും വേണ്ട. ദൈവസന്നിധിയിൽ സൗമ്യതയോടെ ജീവിച്ചാൽ താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്ന ദൈവം, ഹല്ലേലൂയ, ഇന്നും ജീവിക്കുന്നു. അതോർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനമായി എൻ്റെ ചിന്തകൾക്ക് ഞാനിവിടെ അവസാനം കുറിക്കുമ്പോൾ ഈ കൃപ പ്രാപിച്ചാൽ അതുകൊണ്ട് നമ്മുടെ നേട്ടം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഈ 33-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം നമുക്ക് വായിക്കാം. കൃപ നൽകിയ, കൃപ തോന്നിയ, കൃപ പകർന്ന മോശയോട് ദൈവം പറഞ്ഞു, നീ കൃപ പ്രാപിച്ചത് കൊണ്ട് നിനക്കുണ്ടാകുന്ന നേട്ടം. 2 കാര്യം ആ 14-ാം വാക്യത്തിലുണ്ട്, നമുക്ക് വായിക്കാം. അതിനവൻ എന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ദൈവമക്കളെ, ദൈവത്തിന്റെ കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് പറയാ, എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും. ദൈവത്തിന് സ്തോത്രം. നീ എവിടെ പോയാലും, നീ എവിടെയായിരുന്നാലും നിന്നോട് ഒരുമിച്ച് എന്റെ സാന്നിധ്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആരും കൂടെ ഇല്ലെങ്കിലും, നീ ഒറ്റയ്ക്കാണെങ്കിലും, ഹല്ലേലൂയ, നീ കൃപ പ്രാപിച്ച ദൈവ പൈതലാണെങ്കിൽ നിന്നെ വിട്ടുമാറാത്ത ഒരു ദൈവ സാന്നിധ്യമുണ്ട്. നീ രോഗിയാകുമ്പോഴും, നീ കഷ്ടതയിലാകുമ്പോഴും, നീ നിന്നെ അനുഭവിക്കുമ്പോഴും, ഭാരങ്ങൾ അനുഭവിക്കുമ്പോഴും, ഹല്ലേലൂയ, ഒരു ഏകാന്തതയുടെ ആ ഒരു തടവറയിൽ കഴിയേണ്ടി വന്നാലും, ദൈവത്തിന് സ്തോത്രം, ഒരുപക്ഷെ ലോകം മുഴുവനും നിനക്ക് എതിരായാലും, അനുകൂലമായി നിൽക്കാൻ ആരുമില്ലെങ്കിലും ഈ പകൽക്കാലം ഭാരപ്പെടരുത്. കർത്താവ് പറഞ്ഞു, എന്റെ സാന്നിധ്യം, ഹല്ലേലൂയ, നിന്നോടുകൂടെ പോരും. അതുകൊണ്ട് മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുടെ വാചകവും ഇതാണ്, കർത്താവേ, തിരുസാന്നിധ്യം കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത്. ദൈവത്തിന് സ്തോത്രം. മോശക്കറിയാം, ആരൊക്കെ ഉണ്ടെങ്കിലും, ആരൊക്കെ കൂടില്ലെങ്കിലും, ഹല്ലേലൂയ, ചെങ്കടൽ വറ്റിക്കാൻ എന്റെ ദൈവം ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാറയിലെ കയ്പ് മാറ്റാൻ അഹരോനെ കൊണ്ട് കഴിയത്തില്ല, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന മോശയ്ക്ക് സ്വയം കഴിയുകയില്ല, സംഘപ്രമാണിമാരെ കൊണ്ട് കഴിയത്തില്ല. മാറായിലെ കയ്പ് മാറ്റാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. പകൽ മേഘസ്തംഭം കൊണ്ടും രാത്രി അഗ്നിസ്തംഭം കൊണ്ടും വഴി നടത്താൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. മന്നായും കാടപ്പക്ഷിയും തറന്ന് നല്ല പോഷിപ്പിക്കാൻ എന്റെ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ചെങ്കടൽ വറ്റിക്കാനും യോർദാനിലെ വെള്ളത്തെ
ജനത്തെ രണ്ടായി വിഭാഗിക്കാനും എന്റെ ദൈവത്തിനു മാത്രമേ കഴിയുള്ളൂ. അങ്ങനെയെങ്കിൽ അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്നിധ്യം കൂടുണ്ടെങ്കിൽ അതിൽ പരമായിട്ട് ജീവിതത്തിൽ ഒന്നും ഹല്ലേലൂയ നേടാനൊന്നുമില്ല. അതുകൊണ്ട് ഇത് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവ സാന്നിധ്യം എന്റെ ജീവിതത്തിൽ എന്നോട് കൂടെ എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുള്ള ദൈവമക്കളെ ഓർത്തു ദൈവത്തെ സ്തുതിക്കുന്നു. അത് ഉറപ്പ് വരുത്തി മുന്നോട്ട് പോകാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരും കൂടില്ലെങ്കിൽ ഒരപ്പനോ അമ്മയോ സഹോദരങ്ങളോ നാം സ്നേഹിക്കുന്ന ദൈവമക്കളോ ദൈവദാസന്മാരോ ആരും കൂടില്ലെങ്കിലും കർത്താവിന്റെ സാന്നിധ്യം എപ്പോഴും എന്റെ കൂടുണ്ടെന്ന് ഉറപ്പ് വരുത്തി നമുക്ക് മുന്നോട്ട് പോയാൽ അല്ലെ നമ്മെ സഹായിപ്പാൻ ദൈവം വിശ്വസ്തന. ഹല്ലേലൂയ. യഹോവ നമ്മുടെ ഇടയനാണെങ്കിൽ ഒന്നിനും ഒരു കുറവില്ല. ഓളങ്ങളും തിരമാലകളും നീ യാത്ര ചെയ്യുന്ന പടകിൽ എഴുന്നേറ്റ് വന്നാലും ആ കാറ്റിനെ ശാസിക്കാനും തിരമാലെ അതിന്റെ നിലയിൽ അടക്കാനും കർത്താവ് മതിയായവന. നീ ആയിരിക്കുന്ന ഭവനത്തിലും നീ ആയിരിക്കുന്ന സാഹചര്യത്തിലും കുറവുകൾ വരുമ്പോൾ, പോരായ്മകൾ വരുമ്പോൾ തിരുസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ഓടിപ്പോയി കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അവിടെ നിനക്ക് വേണ്ടി കുറവുകളെ പരിഹരിപ്പാൻ കഴിയുന്ന ഒരു നല്ല കർത്താവ് അവിടെയും ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. തിരുസാന്നിധ്യം കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള ആ ശബ്ദം എപ്പോഴും കേൾക്കാൻ കഴിയും. മോശയുടെ ജീവിതത്തിൽ അവൻ വിക്കനാണ്, തടിച്ച നാവുള്ളവനാണ്. ഹല്ലേലൂയ. ഒത്തിരി എതിരികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വന്നു. പലപ്പോഴും ജനത്തിൻ്റെതായ മനസ്സ് ക്ഷീണിച്ചപ്പോൾ, ജനം പിറുപിറുക്കാൻ തുടങ്ങിയപ്പോൾ മോശ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഈ ജനത്തെ മുഴുവനും ഈ നിലയിൽ നടത്തുവാൻ, ഇവരുടെ ഭാരം മുഴുവൻ കേൾക്കുവാൻ, ഇവരുടെ പ്രയാസങ്ങൾ മുഴുവൻ കേൾക്കുവാൻ ഞാൻ ഇവരെ ഗർഭം ധരിച്ചതാണോ, ഞാൻ ഇവരെ പ്രസവിച്ചതാണോ എന്നുപോലും ചോദിക്കേണ്ടതായ ഒരവസ്ഥ വന്നു. അവിടെ എല്ലാം മോശയ്ക്ക് ഹല്ലേലൂയ ധൈര്യം പകർന്നത് ഈ കർത്താവ് കൂടെ ഉള്ളത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട എന്ന് അരുളി ചെയ്തവർ എന്നോട് നിലവിളിക്കുന്നത് എന്ത്, ജനത്തോട് മുന്നോട്ട് പോകാൻ പറക എന്ന് പറഞ്ഞ ആ ദൈവം കൂടുള്ളതാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ധൈര്യം. ഈ പകൽക്കാലവും ദൈവം എന്റെ കൂടുണ്ടെന്ന് അല്ലെ നന്നായി അറിയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ കർത്താവിന്റെ കൃപ പ്രാപിച്ചാൽ ആ കൃപയിൽ നിന്നാലുള്ള ഒന്നാമത്തെ നേട്ടം അല്ലെ കർത്താവിന്റെ സാന്നിധ്യം നമ്മോട് കൂടെ. ഇനിയും 14-ാമത്തെ വാക്യം വീണ്ടും വായിച്ചാട്ടെ. മതി, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഇതിൽ കൂടുതൽ എന്താ നമുക്ക് വേണ്ട? നേട്ടം. ഈ ഭൂമിയിൽ ഹല്ലേലൂയ ഉന്നതമെന്ന് തോന്നുന്നത്, ഹല്ലേലൂയ വിലപിടിപ്പുള്ളതെന്ന് തോന്നുന്ന ഒന്നും ലഭിപ്പാൻ കഴിഞ്ഞില്ലെങ്കിലും കർത്താവിന്റെ സാന്നിധ്യമുണ്ടെങ്കിൽ ലോകത്തിലേത് കോണി പോയാലും നിലനിൽപ്പാൻ കഴിയും. മാത്രമല്ല കർത്താവ് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വസ്ഥത എന്ത് ചെയ്യും? അപ്പൊ സ്വസ്ഥത തരുമെന്ന് പറഞ്ഞാൽ സ്വസ്ഥതക്കേട് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ്. ഹല്ലേലൂയ. എന്റെ വിശപ്പ് മാറി എന്നൊരാൾ പറയണമെങ്കിൽ വിശപ്പ് ഉള്ളത് കൊണ്ടാണ്, വിശപ്പ് മാറാൻ ഭക്ഷിച്ചത് കൊണ്ടാണ് വിശപ്പ് മാറി എന്ന് പറയുന്നത്. എന്റെ ദാഹം തീർന്നു എന്ന് പറയണമെങ്കിൽ ദാഹിച്ചത് കൊണ്ടല്ലേ ദാഹം തീർന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ അതിന്റെ അർത്ഥം ജീവിതത്തിൽ സ്വസ്ഥതക്കേടുണ്ടാകും, സ്വസ്ഥതക്കേടിന്റെ അനുഭവങ്ങൾ വരും. പക്ഷേ മോശേ, നീ ഭാരപ്പെടേണ്ട, ഞാൻ നിനക്ക് സ്വസ്ഥത തരും. ദൈവത്തിന് സ്തോത്രം. ഈ പകൽക്കാലം ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഈ പകൽക്കാലമായിരിക്കുമ്പോൾ ജീവിതത്തിൽ ഭാരങ്ങളും പ്രയാസങ്ങളും അനുഭവിച്ച് കർത്താവെ, സ്വസ്ഥമായ ഒരു അന്തരീക്ഷം, സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ കഴിയുന്നില്ലല്ലോ, സ്വസ്ഥമായി ഒന്ന് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കൊന്ന് ജോലി ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, സ്വസ്ഥമായി ഒന്ന് പാർക്കാൻ കഴിയുന്നില്ലല്ലോ എന്നോർത്ത് അസ്വസ്ഥപ്പെടുത്തുന്ന അനുഭവങ്ങളെ കണ്ട് ഭാരത്തോടെ ആയിരിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഈ വചനം നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. കൃപ പ്രാപിച്ച ദൈവവൈതലെന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ ആ വചനം നമുക്ക് ഏറ്റെടുക്കാം. കർത്താവെ, കൃപ പ്രാപിച്ച മോശയോട് അങ്ങ് പറഞ്ഞു എന്റെ സാന്നിധ്യം അവനോട് കൂടി പോകുമെന്ന്. അവിടുന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന്. അതുകൊണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയെ, ഈ ഭാരത്തിൽ നിന്ന്, ഈ പ്രയാസത്തിൽ നിന്ന്, അത് രോഗമാണെങ്കിലും കഷ്ടമാണെങ്കിലും അത് പ്രയാസമാണെങ്കിലും എനിക്കൊരു സ്വസ്ഥത തരണമേ. പരമാർത്ഥ മനസ്സോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി ദൈവകരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്കൊരു സ്വസ്ഥത നൽകണമേ. എന്റെ കുടുംബത്തിന്, ഹല്ലേലൂയ, എന്റെ പ്രിയപ്പെട്ടവർക്ക്, ഞാൻ ഭാരപ്പെടുന്ന വിഷയത്തിൽ എനിക്കൊരു സ്വസ്ഥത തരണമേ. ഏറ്റവും വലിയ ആ കൃപ പ്രാപിച്ച ദൈവവൈതലിന് ലഭിക്കുന്ന ഏറ്റവും വലിയ നേട്ടമാണിത്. ഒന്ന്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ. 2, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഇന്ന് പകൽക്കാലം ഏതെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളുടെ മുമ്പിൽ ഇന്ന് പകൽ ഭാരത്തോടെ ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കളെ, ഈ വചനം അതേപടി ഒന്ന് ഏറ്റെടുക്കുവാൻ,
ഹല്ലേലൂയ, നമ്മുടെ മനസ്സിന് കഴിയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ കഴിയട്ടെ. ഇന്ന് നമുക്കെതിരെ അടിച്ചുയരുന്ന തിരമാലകൾ, ഹല്ലേലൂയ, ഭാരമേറിയ അവസ്ഥകൾ, ഹല്ലേലൂയ, പ്രതിസന്ധികൾ ഏത് നിലയിൽ നാം കാണുന്നുവോ അതിന്റെ നടുവിൽ കർത്താവ് എനിക്കൊരു സ്വസ്ഥത തരും. ഞാൻ ആ വചനം വിശ്വസിക്കുന്നു, ഞാൻ ആ വചനം ഏറ്റെടുക്കുന്നു. അതിന്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകും? പ്രമാണത്തെ മുറുകെ പിടിച്ച നോഹയെ പോലെ, സ്വയം കാത്തു സൂക്ഷിച്ചതായ ആ മറിയെ പോലെ, ഹല്ലേലൂയ, സൗമ്യനായി വിശ്വസ്തനായി നിന്ന മോശയെ പോലെ ജീവിതത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എന്റെ കൃപ നിനക്ക് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ വേദനിക്കുന്ന അനുഭവങ്ങളുണ്ട്, ഭാരപ്പെടുന്ന അവസ്ഥകളുണ്ട്. നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്റെ സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന അനുഭവങ്ങൾ നിനക്കുണ്ട്. പക്ഷേ എന്റെ കൃപ നിനക്ക് മതി. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മെ നോക്കി, ഹല്ലേലൂയ, കർത്താവ് ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഇതിനൊരു വ്യത്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ഈ സാഹചര്യത്തിന് ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ രൂപാന്തരം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമ്മോട് പറയുന്നു, എന്റെ കൃപ നിനക്ക് മതി, എന്റെ കൃപ നിനക്ക് മതി. ആ പ്രയാസം നിന്നെ ഭാരപ്പെടുത്താതെ, ആ ക്ലേശവും ആ കഷ്ടവും നിന്നെ വേദനിപ്പിക്കാതെ, അതിന്റെ മേൽ ഹല്ലേലൂയ നിന്നെ നിർത്തുന്നത് എന്റെ കൃപയാ, അല്ല നിന്നെ നിർത്തുന്നത് എന്റെ കൃപയാ. കഴിഞ്ഞ നാളുകൾ ദൈവമക്കളെ, ഹല്ലേലൂയ, പല പ്രയാസങ്ങളുടെയും നടുവില്, പല പ്രയാസങ്ങളുടെയും പ്രതികൂലങ്ങളുടെയും നടുവില് തകർന്നു പോകുമെന്ന് നാം ചിന്തിച്ച ഓരോ വേളയിലും നമ്മെ നിർത്തിയതി കൃപയാ, നിർത്തിയതി കൃപയാ. ആ കർത്താവ് പറഞ്ഞു, ഹല്ലേലൂയ, എന്റെ കൃപ നിനക്ക് മതി. ആ കൃപ പ്രാപിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരായി നിൽപ്പാൻ ദൈവകരങ്ങൾ സമർപ്പിക്കുക. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, പരിശുദ്ധ കർത്താവേ, നല്ല പകലിനായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച ഞങ്ങളുടെ വചനത്തിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ലഭിച്ചതായ ദൈവകൃപ വ്യർത്ഥമായി പോകാതിരിപ്പാൻ, ഒന്നിലും ശുശ്രൂഷയ്ക്ക് ആക്ഷേപം വരാതെ, ഇടർച്ചയ്ക്ക് ഹേതു ഉണ്ടാകാതെ ഞങ്ങളെ തന്നെ സൂക്ഷിപ്പാനും ആ കൃപയിൽ നിൽക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. നോഹയെ പോലെ, മറിയെ പോലെ, മോശയെ പോലെ ആ കൃപ പ്രാപിച്ച് അതിനുള്ള യോഗ്യതയിൽ നിലനിൽക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതുകൊണ്ട് നന്ദിയോട് സ്തോത്രം. അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് സ്വസ്ഥത നൽകുന്നത് കൊണ്ട് നന്ദിയോട് സ്തോത്രം. ഇന്ന് പകൽക്കാലവും ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന ദൈവമക്കൾ ജീവിതത്തിൽ ഒരു സ്വസ്ഥതയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ജീവിതങ്ങളുണ്ടെങ്കിൽ ദൈവമേ, അവരുടെ ഉള്ളങ്ങളെ അറിഞ്ഞ് അവരനുഭവിക്കുന്ന വിഷയത്തിൽ ഒരു സ്വസ്ഥത കൊടുക്കണമേ. സന്തോഷത്തിന്റെ നല്ല ദിവസങ്ങൾ അവരുടെ മുമ്പിൽ കാണാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. അവിടുത്തോട് ഞങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അവിടെ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാകയാൽ സ്തോത്രം. ഈ വചനത്തിന് മുമ്പിൽ അടിയനെയും അവിടുത്തെ മക്കളെയും ഒരുമിച്ച് സമർപ്പിക്കുന്നു. തിരിഹിതം പോലെ ഞങ്ങളെ വഴി നടത്തണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്ത്, അങ്ങയുടെ ഹിതം ചെയ്ത് മുന്നേറുവാൻ ഞങ്ങളെല്ലാം സഹായിച്ചാൽ മഹത്വമാനം അവിടുന്ന് എടുക്കണം. കർത്താവിന്റെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയവുണ്ടായി കേൾക്കണമേ സ്വർഗസ്ഥ പിതാവേ. ആമേൻ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.